ഡയബറ്റീസ് ഉള്ളവർ മാമ്പഴം കഴിച്ചാൽ ഷുഗർ കുത്തനെ കൂടുമോ? സത്യം എന്തെന്നാൽ മാമ്പഴത്തിന് നാച്ചുറൽ ഷുഗേഴ്സ് ഉണ്ട് എന്ന് കരുതി ഡയബറ്റിക് പേഷ്യൻസ് മാമ്പഴം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. മാമ്പഴത്തിൽ വൈറ്റമിൻ എ, സി, ഇ, കെ, ആൻറ്റി ഓക്സിഡൻറ്റ്സ്, ഫൈബേഴ്സ് ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 51-നും 60-നും ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മോഡറേറ്റ് എമൗണ്ടിൽ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാം. പ്രമേഹം ഉള്ളവർക്ക് 80 മുതൽ 100 ഗ്രാം വരെ മാമ്പഴം കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതിലധികമാവാൻ പാടില്ല. മാമ്പഴം ഒരിക്കലും ജ്യൂസാക്കി കുടിക്കാതിരിക്കുക. മാമ്പഴം ജ്യൂസാക്കി കുടിച്ചാൽ അതിലെ ഫൈബർ നഷ്ടപ്പെടുകയും ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടാൻ സാധ്യതയുമുണ്ട്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസ് അമിതമായി പഴുത്ത മാമ്പഴം കഴിക്കരുത്. ഇതിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ആഴ്ചയിൽ 1-2 തവണ ചെറിയ അളവിൽ മാമ്പഴം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡയബറ്റിക് പേഷ്യൻസ് എപ്പോഴും മാമ്പഴം ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമോ ലഞ്ചിനൊപ്പമോ കഴിക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഈ ടൈമിൽ ബോഡി ആക്റ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ എളുപ്പവുമായിരിക്കും. മാമ്പഴം ഡയറക്റ്റ് കഴിക്കുന്നതിനേക്കാൾ പ്രോട്ടീനോ വേറെ ഫൈബറുകളോ അടങ്ങിയ ഫുഡിനോടൊപ്പം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതായത് മാമ്പഴത്തോടൊപ്പം കുറച്ച് ബദാമോ വാൽനട്ട്സോ ചിയ സീഡ്സ്, കർഡ് ഇവയോടൊപ്പവും കഴിക്കാം. ഡയബറ്റീസ് ഉള്ളവർ മാമ്പഴം രാത്രിയിലോ വെറുവയറ്റിലോ കഴിക്കരുത്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് മാമ്പഴം കഴിക്കാം, പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.